പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനദീപ്തിയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും പ്രവർത്തനങ്ങളെല്ലാം പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്ത് എല്ലാവരും ഒന്നിച്ചു കൂടണമെന്നാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. ഈശോ പറഞ്ഞിട്ടുണ്ട്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി സജ്ജമാക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഇതാ നിങ്ങൾ പ്രവേശിക്കുവിൻ. ശപിക്കപ്പെട്ടവർ, ഇടത്തുവശത്തുള്ളവരോട് ദൈവം പറയുന്നു, എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി സജ്ജമാക്കി വച്ചിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുവിൻ. പ്രിയപ്പെട്ടവരെ, ഇടത്തുവശത്തേക്ക് നീങ്ങുവാൻ ആർക്കും ഇഷ്ടമില്ല. നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നല്ലേ. അതെ, നമ്മളെ എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് അവസാനം ന്യായവിധി സമയത്ത് ദൈവം നമ്മളെല്ലാവരെയും നിയോഗിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് വലതുവശത്തുള്ളവരോടെല്ലാം ദൈവം പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അത് വേണമല്ലോ. നമ്മുടെ ഈ ഭൂമിയിലെ കഷ്ടപ്പാടിൻ്റെ എല്ലാം നന്ദിയായിട്ട് സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്ത് നിന്നുകൊണ്ട് പിതാവിൻ്റെ സ്വരം കേൾക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇതാ സ്വർഗരാജ്യം ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഈ വലതുവശത്തേക്ക് നീങ്ങാനുള്ള ക്വാളിഫിക്കേഷൻ? ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്തേക്ക് നമ്മൾ മാറണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ മനുഷ്യരോടും സൃഷ്ടിജാലങ്ങളോടും എൻ്റെ വചനം പ്രസംഗിക്കണം. നമുക്ക് ഭൂമിയുടെ അതിർത്തി വരെ പോകാൻ നമുക്ക് സാധിക്കുമോ? പക്ഷെ സാധിക്കുന്ന ഒരു എളുപ്പവഴിയുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നീ വഴി ദേശവാസികൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ ആശീർവാദം, അനുഗ്രഹം അബ്രാഹത്തിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും ഉണ്ടിത്. അപ്പോൾ എങ്ങനെ ഇത് അവകാശമാക്കിയെടുക്കണം? പത്രോസിലെ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹം, തലമുറയായിട്ട് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കിയെടുക്കുന്നത്? മറ്റുള്ളവരെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിച്ച് നാം ഈ അനുഗ്രഹം സ്വന്തമാക്കിയെടുക്കണം. അതാണ് പത്രോസ്ലീഹ പറയുന്നത്. അപ്പം ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനുള്ളവരെല്ലാം അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ അവകാശം ദൈവം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ നേടിയെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? വെളിപാട് പുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 5-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ഒരു കാര്യം 9-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ പറയുകയാണ്. അവിടെ പാതാളത്തിൽ നിന്നും ദൂതൻ കയറി വരുന്നു. ദൂതൻ കൽപ്പിക്കുകയാണ്, എല്ലാവരെയും ശിക്ഷിക്കണം. പക്ഷേ നെറ്റിത്തടത്തിൽ ദൈവത്തിൻ്റെ മുദ്ര നെറ്റിത്തടത്തിൽ അടയാളമുള്ള ആരെയും നശിപ്പിക്കരുത്. ബാക്കിയുള്ള എല്ലാവരുടെയും അടുത്തേക്ക് ഈ പിശാചിൻ്റെ ദൂതന്മാരെ പറഞ്ഞു വിടുകയാണ്. 5 മാസത്തോളം എല്ലാവരെയും കഠിനമായിട്ട് പീഡിപ്പിച്ചു കൊള്ളാൻ പറയുകയാണ്. എല്ലാവർക്കും ഭയങ്കരം പീഡകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണുനീരിൻ്റെ ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് സംരക്ഷണം കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര നമ്മൾ വാങ്ങിക്കണം. ക്രിസ്ത്യാനികൾക്കെല്ലാവർക്കും മാമോദീസായിലൂടെ ദൈവം ഈ മുദ്ര കുത്തിയിട്ടുണ്ട്.
പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തുടങ്ങി ഞാൻ പരിശുദ്ധാത്മാവിൻ്റേതാണ്. അതുകൊണ്ട് ഈ മുദ്ര ഉള്ള വ്യക്തികളെ ആർക്കും പിശാചിന് തൊട്ട് കളിക്കാൻ പറ്റുകയില്ല. പക്ഷെ പാപം ചെയ്യുമ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിനെ വീണ്ടെടുക്കുന്നതിനാണല്ലോ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതും നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്ത് നമ്മൾ ചെയ്യണം? എസെക്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 2 തുടങ്ങി 6 വരെയുള്ള വാക്യത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. ദൈവം നഗരത്തിൽ നടമാടുന്ന തിന്മകളെ കണ്ട് ഈ തിന്മകൾ ചെയ്യുന്ന മനുഷ്യരെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി 5 ദൂതന്മാരെ പറഞ്ഞു വിടുന്നതാണ് സംഭവം. എന്ത് കണ്ടിട്ടാണ്? നഗരത്തിൽ നടമാടുന്ന തിന്മ കണ്ട് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെയുള്ള തിന്മ കണ്ട് അവരെല്ലാം നശിപ്പിക്കാൻ വേണ്ടി 5 ദൂതന്മാരെ വിടുന്നു. അവരുടെ കയ്യിലെല്ലാം യുദ്ധസാമഗ്രികളുണ്ട്, പീഡിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളുമുണ്ട്. പക്ഷേ ഒരു ചണവസ്ത്രധാരിയായ ഒരു ദൂതനോട് ദൈവപിതാവ് പറയുകയാണ്, നീ ഇവർക്കെല്ലാം മുമ്പേ പോകണം. എന്നിട്ട് ആരാണ് ഈ തിന്മ കണ്ട് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരാരാണ്, അവരുടെ നെറ്റിത്തടത്തിൽ അടയാളമിടണം. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, നെറ്റിത്തടത്തിൽ അടയാളമുള്ള ആരെയും ശിക്ഷിക്കരുത്. അവർക്ക് ദൈവം നേരിട്ട് സംരക്ഷണ മുദ്ര കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സംരക്ഷണ മുദ്ര കിട്ടുന്നത്? നഗരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, നഗരത്തിൽ പലതരത്തിലുള്ള വേശ്യാവൃത്തികൾ നടക്കുന്നു, നഗരത്തിൽ കളവും അസത്യവും നടക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പാപം മൂലം മനുഷ്യകുലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാപം ചെയ്യുന്നവരെ ഓർത്ത് ശിക്ഷിക്കണം എന്ന് പറയുന്നവരെ അല്ല. എങ്ങനെ പറയുന്നവരെയാണ്? ദൈവമേ, അവരോട് കരുണ കാണിക്കണം, അവരെ അനുഗ്രഹിക്കണം, ഇങ്ങനെ കരഞ്ഞ് വിലപിക്കണം. മനുഷ്യൻ്റെ തിന്മ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യരാരാണോ അവരെയാണ് നെറ്റിത്തടത്തിൽ അടയാളമിടുന്നത്. എന്നിട്ട് ദൈവം പറയുകയാണ്, നെറ്റിത്തടത്തിൽ അടയാളമുള്ള ആരെയും നശിപ്പിക്കരുത്, അവർക്ക് സംരക്ഷണം കൊടുക്കണം. അപ്പം ദൈവപിതാവ് നേരിട്ട് സംരക്ഷണം നൽകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ സംരക്ഷണം കൊടുക്കാൻ പറ്റും? ദൈവം പറയുകയാണ്, കരഞ്ഞ് വിലപിക്കുന്നവർ, വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നവർ. എന്നിട്ട് പറയുകയാണ്, ശിക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ദൂതന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആലയത്തിൽ തന്നെ, ദൈവാലയത്തിൽ തന്നെ തുടങ്ങണം. അവിടെയുള്ള ശ്രേഷ്ഠന്മാരെ തന്നെ ആദ്യം കൊന്നൊടുക്കിക്കോളാനാണ് പറയും. നമുക്കറിയാലോ ദേവാലയത്തിലുള്ള ശ്രേഷ്ഠന്മാരാരൊക്കെയാണ് അല്ലേ? അപ്പം അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ എല്ലാവരുമാണ് ശ്രേഷ്ഠന്മാർ. വൃദ്ധരെയും യുവാക്കളെയും ശിശുക്കളെയും ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും കൊന്നൊടുക്കിക്കോളാനാണ് പറയും. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ഒരു വീട്ടിൽ കൊള്ള നടന്നു, ദൈവമേ അവരെ പിടിച്ച് ജയിലിലിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ അല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശു ചെയ്തത്. നമ്മുടെ പാപത്തിന് വേണ്ടി യേശു സ്വന്തം ശരീരത്തിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി, നമ്മുടെ എല്ലാവരുടെയും മുറിവുകൾ അവിടുന്ന് ഏറ്റുവാങ്ങി. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട യേശു അവസാനം കാൽവരി മലയിൽ ആ കുരിശിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷം പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല,
പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപം നിസ്സാരമാക്കിക്കൊണ്ട് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ അനുഭവമാണ് നമുക്കും വേണ്ടത്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിലേക്ക് കടന്നാൽ മോശ 40 ദിവസം സീനായി മലയിലായിരുന്നു. അവസാനം ഇതാ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മോശ കാണുന്നത് എന്താണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ചെങ്കടൽ അത്ഭുതകരമായി വിഭജിച്ച് ദൈവം ഉണ്ടെന്നുള്ള അനുഭവം കൊടുത്തുകൊണ്ട് ആ മരുഭൂമിയിലൂടെ മേഘത്തൂണും തണലുമെല്ലാമായി നിലകൊണ്ട ആ ദൈവം കൂടെയുണ്ട് എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് മോശ വരാൻ താമസിച്ചപ്പോൾ അവരെന്തായിരുന്നു ചെയ്തത്? പണ്ട് ഉണ്ടായിരുന്ന ആചാരം, ആ വിഗ്രഹ ആരാധന, അവർ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം ഉരുക്കിയെടുത്ത് കാളക്കുട്ടിയുണ്ടാക്കി ആരാധിക്കുകയാണ്. മോശയുടെ ഹൃദയം ത്രസിച്ചു, അരിശം വന്നു, സങ്കടം വന്നു. കയ്യിൽ ദൈവം കൊടുത്ത ആ പലക വലിച്ചെറിഞ്ഞു. അത്രമാത്രം വിഷമം മോശയ്ക്ക് തോന്നി. ദൈവം എന്താ ചെയ്തത്? ദൈവം ഇതാ ഈ തിന്മ ചെയ്തവരെല്ലാം കൊന്നൊടുക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ആ സമയം മോശയുടെ വിധം മാറി. മോശ പറയുകയാണ്, അല്ല ദൈവമേ, നീ ഇവരെ ഒന്നും കൊല്ലരുതേ, അവരെ ശിക്ഷിക്കരുതേ ദൈവമേ. നോക്കൂ, ആ ഈജിപ്തിലെ മനുഷ്യരെന്ത് ചിന്തിക്കും? നീ ഇവരെല്ലാം ചെങ്കടൽ കടത്തി ഈ മരുഭൂമിയിലൂടെ നയിച്ചത് അവരെ നശിപ്പിക്കാനാണെന്ന് പറയുകയില്ലേ? അതുകൊണ്ട് നീ ശിക്ഷ നിർത്തണം. അല്ലെങ്കിൽ ദൈവമേ, എനിക്ക് സ്വർഗമുണ്ടെന്ന് എനിക്കറിയാം, അവിടുത്തെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇവരെ എല്ലാവരെയും ശിക്ഷിക്കുകയാണെങ്കിൽ ആ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരും കൂടി മായ്ച്ചു കളയണം. ഉണ്ടോ? എനിക്കൊരു സ്വർഗം പോലും വേണ്ട. അതാണ് മനുഷ്യർക്ക് വേണ്ടി, ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശയുടെ ആ ഉള്ളൊരുകി കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഇതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ജോഷുവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. മോശ കരം വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ജോഷുവ ജയിച്ചിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? മോശയുടെ കരം താഴാൻ തുടങ്ങി, കട്ടുകഴയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ അഹ്റോനും കൂട്ടരുമുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. അവരെന്ത് ചെയ്തു? മോശയുടെ കരം അവർ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തും യുദ്ധം വിജയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മോശ മടുത്തു, മുട്ടുമേൽ നിന്ന് മടുത്തു. അപ്പോൾ മോശയുടെ കരം ഉയർന്നില്ലെങ്കിൽ അവിടെ വിജയമില്ലെന്ന് മനസ്സിലായ അഹ്റോനൊക്കെ എന്ത് ചെയ്തു? ഒരു പീഠം ഉണ്ടാക്കി അതിലിരുത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിനക്ക് ക്ഷീണമല്ലേ, രോഗമല്ലേ എന്നൊന്നും ന്യായമില്ല. നമ്മൾക്കും ഇതുതന്നെയാണ് ദൈവം തന്നിരിക്കുന്ന വിളി. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അവസാനിപ്പിച്ചാലും വേണ്ടുകയില്ല, അവരെ രക്ഷിക്കണമെന്നുള്ള തീഷ്ണത. ഇതെവിടുന്ന് കിട്ടുന്നതാണ്? യേശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. യേശുവിനെ ദൈവമായിട്ട് കരുതുകയാണല്ലോ നമ്മൾ മാമോദീസ എന്ന കൂദാശയിലൂടെ. അപ്പോൾ യേശുവിൻ്റെ കൃപകളെല്ലാം നമ്മിലേക്ക് വർഷിക്കപ്പെടുകയാണ്. വേറൊരു വ്യക്തിയുണ്ട്, അബ്രാഹം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, സോദോം ഗൊമോറ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. കാരണം എല്ലാവരും മ്ലേച്ഛതയാൽ നിറഞ്ഞു, പാപം നിറഞ്ഞു. ഇവിടെ അബ്രാഹം കേണപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ അയോഗ്യനാണ് അങ്ങയുടെ മുമ്പിൽ, ഞാൻ പ്രാർത്ഥിക്കാൻ പോലും അയോഗ്യനാണ്, എങ്കിലും ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്, 50 പേരുണ്ടെങ്കിലും നശിപ്പിക്കോ? ദൈവം പറഞ്ഞില്ല. അപ്പോൾ അബ്രാഹത്തിന് വീണ്ടും സംശയം തോന്നി, ഇനി അഥവാ എണ്ണിയാൽ 40 പേരേ ഉള്ളോ? 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ ദൈവമേ? ഇല്ല എന്ന് ദൈവം പറഞ്ഞു. വീണ്ടും യാചിക്കുകയാണ് അബ്രാഹം, 30 പേരുണ്ടെങ്കിലോ, 20 പേരുണ്ടെങ്കിലോ, 10 പേരുണ്ടെങ്കിലും നീ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും ദൈവം പറയുന്നു, 10 പേർ ഇല്ല, ഞാൻ നശിപ്പിക്കുകയില്ല. അതുപോലും ഇല്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ദൂതന്മാർ അഗ്നി ഇറക്കി സോദോം ഗൊമോറ മുഴുവൻ നശിപ്പിക്കുന്നു, ആ എല്ലാ മക്കളെയും നശിപ്പിക്കുന്നു. ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ
9-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ പോലും ബാക്കി വെച്ചേക്കരുത്. എൻ്റെ വലിയൊരു സംശയമായിരുന്നു, ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റിയിട്ടാണ്, തീരെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റിയിട്ട് അവരെ കൂടി കൊല്ലുന്നത് എന്തിനാണ്? അപ്പോൾ ഈശോ തന്ന ഒരു മറുപടി ഇതാണ്, മോളെ, പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാമ്പിനെ കൊന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളെ നീ വളർത്തുവോ? എന്താ വളർത്തിയാലുള്ള അവസ്ഥ എന്താണ്? അവർ വലുതാകുമ്പോൾ അവർ വീണ്ടും ഉപദ്രവിക്കും, അവരുടെ വിഷം കലർത്തും നമ്മളിലേക്കല്ല. ഇതുപോലെയാണ് പാപം ചെയ്ത മനുഷ്യൻ, അവരുടെ കുഞ്ഞുങ്ങളും പാപത്തിൽ മുഴുകിയാണ് ജനിക്കുന്നതും വളരുന്നതുമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിലപാടാണ് ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര കിട്ടുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര വേണം അല്ലേ? അപ്പം വെളിപാട് പുസ്തകം 9-ാം അധ്യായത്തിലും പറയുന്ന ഇതാണ്, ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത എല്ലാവരെയും നശിപ്പിച്ചോളാൻ ആരാ പറഞ്ഞെന്നറിയാം? പാതാളത്തിൻ്റെ രാജാവ്, മെയിൻ ദൂതൻ, അതാരാണ്? പിശാചാണ്. അപ്പം പിശാച് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു. അവിടെ ആരാണ്? അബ്ദോൻ, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോളിയോൻ ഇവരുടെ എല്ലാം തലവനാണ്. അപ്പോളിയോൻ എല്ലാവരെയും നശിപ്പിക്കുന്ന അവസാനം ഇതാ ഭൂമിയിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഇന്ന് ഭൂമിയിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാവിധ പാപവും നടമാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്കും രക്ഷ കിട്ടണം? ഈ പാവപ്പെട്ട മക്കൾക്കും രക്ഷ കിട്ടണം. ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം ആരാണ്? നമ്മുടെ എല്ലാവരുടെയും വരും തലമുറയാണ്. ഇപ്പോൾ തന്നെ ഉള്ളവരെല്ലാം നമ്മുടെ ബന്ധുമിത്രാദികളാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ സംരക്ഷണ മുദ്ര കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു യോഗ്യത എന്താണ്? അതിനുള്ള യോഗ്യതയാണ് ഈശോയെ പോലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹിക്കുക, പരിഹാരം ചെയ്യുക. എസ്തേർ രാജ്ഞിയുടെ ഒരു സംഭവമുണ്ട്. എസ്തേർ ഒറ്റ ഒരു രാജ്ഞിയാണ്, ഒറ്റ ഒരു സ്ത്രീയിലൂടെ ഇതാ വലിയ അനുഗ്രഹം യഹൂദരെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. യഹൂദരെ നശിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ എസ്തേർ രാജ്ഞി എല്ലാവരോടും പറയുന്നു, 3 ദിവസം ആരും ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ പരിഹാരം ചെയ്യണം, എല്ലാവരും ഉപവാസം എടുക്കണം, മൃഗങ്ങൾക്ക് പോലും ഭക്ഷണവും വെള്ളവും കൊടുക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളവിടെ കാണുന്നുണ്ട്. എസ്തേർ രാജ്ഞി മൂലം യഹൂദർ മുഴുവനും രക്ഷപ്പെടുന്നു. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുകയാണ്, എസ്തേർ ഒരു നദിയായി മാറിയ ഒരു അരുവിയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതാണ് ദൈവം എല്ലാ ക്രിസ്ത്യാനികൾക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് വേണം, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വരമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കൃപയാണ് മറ്റുള്ളവരുടെ വേദനകളിൽ സഹതപിക്കാനും കരയാനുമുള്ള, അവരെ മോചിപ്പിക്കാനുമുള്ള, ആ ത്യാഗം ചെയ്യാനുള്ള ആ മനസ്ഥിതി പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവർക്കും ഇനിയൊരു സംരക്ഷണ മുദ്ര വേണം അല്ലേ? എല്ലാവർക്കും സംരക്ഷണ മുദ്ര നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കണം. അതിനുള്ള യോഗ്യതയാണ് വിശുദ്ധി. അതാണ്, വിശുദ്ധിയില്ലാതെ നമുക്ക് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ കരുണ നമുക്കെല്ലാവർക്കും വേണം. കരുണയും വിശുദ്ധിയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഭാരപ്പെടാനുള്ള ഒരു ത്യാഗ മനോഭാവം നമുക്ക് വേണം. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വലിയ കൃപയാണ്. ഇതിനുവേണ്ടി നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക്, ഇനി വരാൻ പോകുന്ന തിന്മകൾ നമുക്കെല്ലാവർക്കും ഏകദേശം അറിയാം. ഇനി എന്തെല്ലാം തിന്മകളാണ് കടന്നു വരാൻ പോകുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് സംരക്ഷണ മുദ്ര വേണം. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്തിരിക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ഇതാ പിതാവിൻ്റെ വലത്തുവശത്ത് മധ്യസ്ഥനായിരിക്കുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട്.
അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവോ നരകത്തിൽ പോകുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ ഭൂമിയിൽ തന്നെ നമ്മൾ സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനു വേണ്ടി പ്രത്യേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയപ്പെട്ടെ. അതൊരു കൃപയാണ്. അപ്പോൾ ഈ വരങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവെ ഈ അന്തിമ നാളുകളിൽ പിടിച്ചു നിൽക്കാൻ, ലോകത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, മനുഷ്യമക്കൾക്ക് രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അവിടുത്തെ കരുണയുടെ കവാടം തുറക്കണമേ. കരുണയുടെ വാതിൽ തുറന്നുകൊണ്ട് അവിടുത്തെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഈശോയെ. ഈശോയെ, ആ കരുണയുടെ വാതിൽ അങ്ങയുടെ ആ നിലയ്ക്കാത്ത പ്രവാഹം പോലെയുള്ള ആ നദിയിൽ ഞങ്ങളെല്ലാവരെയും കുളിപ്പിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.